ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കൊന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ റീഡിങ് സിറ്റുവേഷൻ, ആക്ഷൻ, ഔട്ട്കം നോക്കാം നമുക്ക്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷന് ഒരു കാർഡ്, എന്നിട്ട് അതിന് എന്താ ആക്ഷൻ എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്കം എന്തായിരിക്കും, ആ രീതിക്കും കൂടി യൂണിവേഴ്സ് അഡ്വൈസ് ആയിരിക്കും അതും. അതായത് ആക്ഷൻ എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു വരുന്ന പോലെ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷന് മാച്ച് ആയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. സിറ്റുവേഷൻ, ആക്ഷൻ, ഔട്ട്കം. ലെറ്റ്സ് സീ. ഇത് ചെറിയ കാർഡ് ഡെക്കാണ്, അങ്ങനെ ചെറിയ ഡെക്ക് കാർഡ്സ്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ കാണുന്നത് ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് നമ്മൾ സിറ്റുവേഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മളൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒരു മാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാനായിരിക്കാം, ഒരു പുതിയ ജോലി തുടങ്ങാനായിരിക്കാം, പുതിയ ബിസിനസ് തുടങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കാൻ എന്തെങ്കിലും ചേരുമായിരിക്കാം. ഓക്കെ, നമ്മുടെ റുട്ടീനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ഒരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്താ പറയുക, എക്സസൈസോ ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെറിയ കാര്യമാവാം വലുതുമാവാം. ഓക്കെ, ഒരു ചേഞ്ച്, ഒരു മാറ്റം വരുത്തുന്ന ഒരു സംഭവമാണ് എന്ന് എടുത്താൽ മതി. കാരണം ഇത് നമ്മൾ ഫുൾ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് എന്തെങ്കിലും പുതിയ തുടങ്ങുക എന്ന രീതിക്കാണ്. പക്ഷെ നമ്മൾ അത്ര എടുക്കണ്ട, കാരണം എല്ലാവർക്കും അത് മാച്ച് ആവില്ല. ഓക്കെ, ചിലവർക്ക് യെസ് മേ ബി നിങ്ങൾ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ നോക്കുകയാണ് ഞാൻ. ക്വീൻ ഓഫ് വാൻസ് ആണ് ഇവിടെ, മൂൺ കാർഡ് ഉണ്ട്. സോ യെസ്, എന്തെങ്കിലും ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും വിട്ട് മാറി പോകുന്ന തന്നെയാണ്. 8 ഓഫ് കപ്സ് ആണ്, മൂൺ കാർഡാണ്, ക്വീൻ ഓഫ് വാൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സിറ്റുവേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് പുതിയ തുടങ്ങുന്ന ഒരു കാര്യം തന്നെയാണ്. അഗെയിൻ ക്വീൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാം, നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്ന രീതിക്ക്. പക്ഷെ അതിന് വേണ്ടി ചില നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കണം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം നിങ്ങളുടെ. ഞാൻ കാർഡ്സ് പുറത്തെടുക്കുന്നില്ല, അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് ഇതിനൊരു ആക്ഷൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ ആണ്. ഓക്കെ, പക്ഷെ ഇതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, 5 ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, ടെമ്പറൻസ്, കിങ് ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇതിവിടെ ഐ തിങ്ക് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഓക്കെ, ആക്ഷനിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ, ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഇതൊരു ആക്ഷൻ തന്നെയാണ് നമുക്ക്. പക്ഷെ ആ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ടാണ്. ഓക്കെ, പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് എന്തോ നഷ്ടം വന്നിട്ടുണ്ട്. 5 കപ്സ് നമ്മൾ നഷ്ടത്തിൻ്റെ പറയും, നമ്മൾ തോറ്റ രീതിയിൽ പറയും. എന്തെങ്കിലും നഷ്ടം, തോറ്റു, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ശ്രമിച്ചിട്ട് ശരിയായില്ല, ആ രീതിക്കൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ചീറ്റിങ്ങിൻ്റെ കാണുന്നുണ്ട്. 7 ഓഫ് സോർഡ്സ് ചീറ്റിംഗ് ആണ്. ആരെങ്കിലും നിങ്ങളെ ചതിച്ച് ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ കരിയർ ആയാലും നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഇപ്പോഴായാലും ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു പുതിയ തുടക്കം എടുക്കാൻ നിങ്ങൾക്കൊരു പേടി വരുന്നത്. കാരണം ഈ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ട് മേ ബി നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ സ്റ്റെപ്പ് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആവാം. ക്വീൻ ഓഫ് സോർഡ്സ് എനർജിയിലേക്ക് വരിക. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന ധൈര്യത്തിൽ മുന്നോട്ട് ആക്ഷൻ എടുക്കുക, കോൺഫിഡൻസ് കൊണ്ടുവരിക. കുറച്ച് നമ്മൾ എന്താ പറയുക, ഹാർഷ് ആവണം എന്ന രീതിയിൽ. ഓക്കെ, നമ്മൾ ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും ചതിച്ചു, അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഫേസ് ചെയ്യുക. അവരെ ഫേസ് ചെയ്ത് നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നർത്ഥമാണ്. നിങ്ങൾ പറയേണ്ടത് പറയണം, ക്ലിയർ ആയിട്ട് പറയണം. ചിലപ്പോൾ വെട്ടി മാറ്റേണ്ടി വരും, ചിലത് അത് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഒരു ക്യാരക്ടർ നിങ്ങൾ ചേഞ്ച് ആക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, നിങ്ങളുടെ ഒരു പവറിലേക്ക്, അതായത് ചിലവിടെ നമ്മൾ ഹാർഷ് ആവണ്ട, അവിടെ നമ്മൾ ഹാർഷ് ആവണം. നമ്മൾ സ്ട്രോങ്, എന്താ പറയുക, ഒന്ന് ഹാർഷ് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് ശരിക്കും നമ്മൾ റുത്ത്ലെസ് ആവുക എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ വളരെ നമ്മളൊന്ന് എന്താ പറയുക, വല്ലവരെയൊക്കെ നമ്മൾ ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയാം. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറയാൻ നോക്കാം. നിങ്ങൾ ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയണം, അവർ രണ്ട് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കണം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അത് ചെയ്യണം, നിങ്ങൾ ആക്ഷൻ നിങ്ങൾ എടുത്തേ പറ്റൂ. ഓക്കെ, അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പുതിയ തുടക്കം നിങ്ങൾ ചെയ്യാൻ പേടിക്കുന്ന മേ ബി നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് ഈ ഒരു ചീറ്റിംഗ് വന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യണം. നിങ്ങൾ റിയാക്ട് ചെയ്ത് പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. ചിലപ്പോൾ ചീത്ത പറയണമെങ്കിൽ ചീത്ത പറയണം. അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാരുടെ മുഖത്ത് നോക്കി അവർ ചെയ്ത തെറ്റിനെ നിങ്ങൾ മീൻസ് പറയണം, നിങ്ങളത് ചെയ്തത് ശരിയല്ല, വാട്ട് എവർ. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനുണ്ട്. ഔട്ട്കമ്മിൽ നമുക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്.
വീൽ ഓഫ് ഫോർച്യൂൺ. അഗെയിൻ ഇവിടെ സെയിം കാർഡ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തോ വിട്ട് മാറി പോകാനുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് വലുതൊക്കെ ആയിരുന്നെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളെ ചീറ്റ് ചെയ്തെങ്കിൽ അത് വിട്ട് മാറി പോവുക. ഓക്കെ, അല്ല നിങ്ങൾ ആരെങ്കിലും ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, അതിപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും ശരി, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയാലും ശരി, ജോലിയുടെ സ്ഥലത്തായാലും ശരി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ചിലപ്പോൾ ആ സിറ്റുവേഷൻ തന്നെ നിങ്ങൾ വിട്ട് മാറി പോകേണ്ടതുണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ മറഞ്ഞിരുന്നു, നിങ്ങൾ അറിയാത്ത ചില ചീറ്റിംഗ് നിങ്ങളുടെ പിന്നിൽ നടന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറിപ്പോകേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷനാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാനുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനുണ്ട്. രണ്ട് കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കാനുണ്ട്. അത് നിങ്ങളുടെ ഔട്ട്കമ്മിലേക്ക് കാണുന്ന പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ഓക്കെ, അതായത് നിങ്ങൾ അവരെ ഫേസ് ചെയ്ത് അവർ ചെയ്ത തെറ്റുകൾ അവരെ മുമ്പിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആയാലും ശരി കേട്ടോ, ഓക്കെ, നിങ്ങൾ അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ വരും, രണ്ട് സിറ്റുവേഷൻ വരും. നിങ്ങൾ അതിൽ നിന്നൊരു തീരുമാനം എടുക്കേണ്ടി വരും. അതായത് ഇവിടെ തന്നെ നിൽക്കണോ, മാറിപ്പോണോ, ഈ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കണോ, മാറിപ്പോണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ചിലപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളൊരു തീരുമാനം, അതായത് ഞാൻ നിൽക്കണോ, പോകണോ, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് ചെയ്യണോ വേണ്ടേ, എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ വീൽ ഓഫ് ഫോർച്യൂൺ, പക്ഷേ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. ഓക്കെ, നിങ്ങളിങ്ങനെ ഒരു ഹാർഷായിട്ട് ശരിക്കും ഒരു ഹാൻഡിൽ ചെയ്യുമ്പോൾ, കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. ലക്ക് എന്ന് മാത്രമല്ല, വിധി, ഫെയ്റ്റ് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും. ഓക്കെ, ആൻഡ് 8 of swords, 9 of wands. യെസ്, ബ്ലോക്കേജസ് ആണ് കാണുന്നത്. ഓക്കെ, ബ്ലോക്കേജസ് മാറി വരും. ഓക്കെ, ബ്ലോക്കേജസ് മാറി വരും എന്ന് കാണുന്നുണ്ട്. യെസ്, Ace of swords ഉണ്ട്, സൺ ഉണ്ട്. ഓക്കെ, ബ്ലോക്കേജസ് മാറി വരും നിങ്ങൾക്ക്. പക്ഷെ ആ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ധൈര്യം കൊണ്ടുവരണം. തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും. സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടി വരും. ശരിക്കും ഞാനതാ പറഞ്ഞ വെട്ടി മാറ്റേണ്ടി വരും നിങ്ങൾ. ഓക്കെ, ചേഞ്ചസ് ചിലപ്പോൾ അത് വലിയ ഒരു ശരിക്കും നല്ലൊരു മാറ്റമായിരിക്കാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ ചിലപ്പോൾ അത് ഒതുങ്ങില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ടോട്ടലി ഒരു വെട്ടിമാറ്റൽ അവസ്ഥയിലേക്ക് എത്തുമായിരിക്കും ആ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ അതിൽ പെട്ട് നിൽക്കണ്ട, ചില സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങൾ വളരെ കെയറിങ് പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ വരാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഹാർഷായി കഴിഞ്ഞാൽ പ്രശ്നമാവോ, ഞാനത് ചെയ്യുന്ന തെറ്റായി പോവോ എന്നുള്ള നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവൽ വന്നേ പറ്റൂ. ഓക്കെ, നിങ്ങൾ ഹാർഷായേ പറ്റൂ. ചില ആക്ഷൻസ് നിങ്ങൾ എടുത്തേ പറ്റൂ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സൺ ഉണ്ട് ഇവിടെ. പക്ഷേ ഈ ഒരു തീരുമാനം, ഈ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ഓക്കെ, ഇതെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യാതിരിക്കാം. ഓക്കെ, സ്റ്റക്കായിട്ട് നിങ്ങൾ എവിടെയോ കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കാം. ഓക്കെ, സോ അവിടെ നമുക്ക് അതാണ് കാണുന്നത്. നിങ്ങളൊരു ലൈഫിലേക്ക് ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ചില ചേഞ്ചസ് ചെയ്യണം. ഓക്കെ, നമുക്ക് അഡ്വൈസ് കൂടി നോക്കാം. എപ്പോഴും നമ്മൾ ഇമോഷണലായിട്ട് സോഫ്റ്റായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, സോ സൂക്ഷിക്കുക. നിങ്ങൾ വേണ്ട അവിടെ നിങ്ങൾ സ്ട്രോങ് ആവാൻ കൂടി നിങ്ങൾ പഠിക്കണം. ലെറ്റ്സ് സീ, നമുക്ക് കുറച്ച് അഡ്വൈസ് കൂടി നോക്കിയേക്കാം. മാനിഫെസ്റ്റേഷൻ, ഹാപ്പിനെസ്, നമ്മൾ നേരത്തെ ഹാപ്പി ഫാമിലി എന്ന് കണ്ടിരുന്നു. റീകൺസിലിയേഷൻ, ഓക്കെ, ചിലവരുമായിട്ട് റീകൺസിലിയേഷനും പോസിബിൾ ആണ്. ഓക്കെ, ഇത് ഇന്നലെയും വന്നു. ചിലവരുമായിട്ട് റീകൺസിലിയേഷനും ഇവിടെ പോസിബിൾ ആണെന്ന് കാണുന്നുണ്ട്. പാഷൻ, ഹീലിംഗ്, ഓക്കെ, ഗുഡ്. എംപവർമെൻറ്റ്, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, കറേജ്. നിങ്ങളുടെ സ്വന്തം കറേജ് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ പുറത്തേക്ക്. ഓക്കെ, നിങ്ങളൊന്ന് ലയൺ പോലെ ആയേ പറ്റൂ. നമ്മളെപ്പോഴും പൂച്ചയായിട്ടിരുന്നാൽ പോരാ. നിങ്ങളുടെ ഉള്ളിലുള്ള ലയണിനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരിക, സിംഹത്തിനെ പുറത്ത് കൊണ്ടുവരിക, നിങ്ങളുടെ കറേജ് പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, എപ്പോഴും മറ്റുള്ളവരെ മുമ്പിൽ ഇങ്ങനെ അവരെ ഹേർട്ട് ചെയ്യാതെ, മറ്റുള്ളവരെ ഇതാക്കാതെ ഒന്നും അങ്ങനെ ഒരു തരത്തിൽ കൊണ്ടുപോയിട്ട് എപ്പോഴും സാധിക്കില്ല. ഓക്കെ, മാനിഫെസ്റ്റേഷൻ പറയുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ശ്രമിക്കാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ വർക്ക് ചെയ്യുമെന്ന് പറയാം. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളത് നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കും. ഞാൻ ഹാപ്പിനെസ് വരുമെന്ന് കാണുന്നുണ്ട്. റീകൺസിലേഷൻ, ചിലവർക്ക് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഹാർഷായിട്ട് ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വെട്ടി തുറന്ന് പറഞ്ഞ് ഒരു ആർഗ്യുമെൻ്റ് അവിടെ ആവശ്യമാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ പക്ഷേ നല്ലത് വരും. ഓക്കെ, അവിടെ അത് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, റിലേഷനിലായിരിക്കാം. ഓക്കെ, ഒരു റീകൺസിലേഷൻ വരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ പറയേണ്ടത് നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കണം. ഓക്കെ, പറഞ്ഞേ പറ്റൂ, അതാണ് പറയുന്നത്. ഓക്കെ, അത് ചെയ്യാം. നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരാം.
പാഷൻ എന്ന് കാണുന്നുണ്ട്. പാഷൻ മീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തും ചെയ്യുന്നത് നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നും പറയാം. പാഷനേറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇഷ്ടത്തോടെ ഒരു വളരെ അതിലൊരു ഇൻട്രസ്റ്റോടെ നമ്മൾ ചെയ്യുക എന്ന രീതിക്ക്. ആൻഡ് ഹീലിംഗ്, യെസ് ഹീലിംഗ് വരുന്നുണ്ട്. നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യുക, ഹാർട്ട് ഹീൽ ചെയ്യുക. ഇവിടെ ഒരു ഗ്രീൻ കളർ കൈ പിടിച്ചിട്ടുണ്ട്. സോ എവിടെയോ എനിക്ക് ഹാർട്ട് ഹീലിങ്ങിൻ്റെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ ചില വിഷമങ്ങൾ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹാർട്ടിനെ ഹീൽ ചെയ്യുക. ഹാർട്ട് ബ്ലോക്ക് ആയി പോകും നമുക്ക്. ഓക്കെ, ഒരു വിഷമം തട്ടുമ്പോൾ അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഹാർട്ടിനെ ഹീൽ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ഹീലിംഗ് വരും നിങ്ങളുടെ ലൈഫിൽ എന്നും പറയാം. ഓക്കെ, റീകോൺസിലേഷൻ ചിലവർക്ക് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഫ്രണ്ടോ പാർട്ട്ണറോ ചിലപ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ബോൾഡായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവർ നിങ്ങളുടെ ആ ഒരു ഭാഗം കൂടി അവർ കാണാനുണ്ട്. ഓക്കെ, അവർ ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എപ്പോഴും നമ്മൾ ഒരാൾക്ക് തോറ്റു കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ ആ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയി പോകും ചില സമയത്ത്. അപ്പോൾ അവിടെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴേ അവർക്കൊരു മാറ്റം അവരിലും വരുള്ളൂ. ഓക്കെ, സോ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നാളെ ഞാൻ വീക്ക്ലി റീഡിംഗ് ഇടാം, നാളേക്ക് മൺഡേക്ക്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.